തലയിലും വെച്ചോളാൻ പറഞ്ഞു. അപ്പൊ തലയിലും കൂടെ വെക്കുമ്പോ ഇപ്പൊ നല്ല ഉറക്കമുണ്ട്, പുള്ളിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ പിന്നെ രണ്ടാമത് മകളുടെ ഭർത്താവിന് ഒരു സ്ട്രോക്ക് വന്നായിരുന്നു. അത് സൗദി വെച്ചായിരുന്നു. കേൾക്കുന്നുണ്ടോ മാഡം? സാറേ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. പിന്നെ മോളുടെ ഭർത്താവിന് ഒരു സ്ട്രോക്ക് വന്നായിരുന്നു. അത് സൗദി വെച്ചായിരുന്നു, ദുബായ് വെച്ചായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞും പരുമല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് അബ്സയെ കൊണ്ടുപോയപ്പോഴാണ് വിളിച്ച് പറയുന്നത് ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് എന്നൊക്കെ. ഉടനെ അവിടുന്ന് വന്ന് കഴിഞ്ഞപ്പോ ഉടനെ ഇവിടുന്ന് ഞങ്ങള് റീന മാഡത്തിനെ വിളിച്ചു. റീന മാഡത്തിനെ വിളിച്ചപ്പോ വേണ്ട നമ്മുടെ ഫുഡ് സപ്ലിമെന്റ് എല്ലാം പറഞ്ഞു. ഇത്രയും സാധനം എത്രയും പെട്ടെന്ന് കൊണ്ട് ഹോസ്പിറ്റലിൽ വരുമ്പോഴേ കൊണ്ട് സ്റ്റാർട്ട് ചെയ്തോളാം കൊടുത്തോളാൻ പറഞ്ഞു. മരുന്ന് കൂടെ കഴിച്ചോട്ടെ, 1 മണിക്കൂറിന് നമ്മുടെ മരുന്നുകൂടെ കഴിച്ചോളാൻ പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരന് 3% ഇടിപ്പേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഈ ഫുഡ് സപ്ലിമെന്റ് കൊടുത്ത് 67% നെഞ്ചിടിപ്പുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു ഇനി ജോലിക്ക് പൊക്കോളാൻ പറഞ്ഞു. എന്തായാലും അന്നേരവും പോയില്ല. പിന്നെ ഒരു 90% ആയി കഴിഞ്ഞാണ് പോകാൻ തുടങ്ങിയത്. പോയി കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെക്കപ്പിന് അമൃതായി വരുമായിരുന്നു. അമൃതായി വന്നപ്പോൾ നമ്മുടെ ഞാൻ കഴിക്കുന്ന സാധനത്തിൽ ഒരു വെൽഹാറ്റ് എന്ന് പറഞ്ഞ ക്യാപ്സൂൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറയും അത് നല്ല സാധനം, ഇത് കഴിച്ചോളെ. അമൃതയിലെ ഡോക്ടർ പറഞ്ഞു ഇതിന് ഒരു മുടക്കവും വരണ്ട, ഇത് കൈ കൊണ്ടുപോകണം പോകുമ്പോഴെന്ന് പറഞ്ഞു. അപ്പൊ ഇതിങ്ങനെ അങ്ങനെ ആ വെൽഹാറ്റ് ക്യാപ്സൂള് അങ്ങനെ കൊണ്ടുപോകുന്നു, കഴിക്കുന്നു. പിന്നെ അല്ലാതെ തന്നെ കട്ടിലിൽ നിന്നും എഴുന്നേക്കാൻ പറ്റാതെ കിടന്ന ഒരു ചേട്ടന് കട്ടിൽ തന്നെ ആയിരുന്നില്ല. അപ്പം അങ്ങനെ ആ ചേട്ടന് നമ്മുടെ ഫുഡ് സപ്ലിമെന്റ് ഒത്തിരി 95 സ്പൈർന ഗോൾഡ്, പിന്നെ ബ്ലഡ് പ്യൂരിഫയർ, ഡിവാഗൈൻ ക്യാപ്സൂളും ഡിവാഗൈൻ ലിക്വിഡും ഇതെല്ലാം കൂടെ കൊടുത്തു. അങ്ങനെ ഒരു മാസം കഴിച്ചു. പുള്ളിക്കാരൻ കട്ടിലെ നൽകി എഴുന്നേക്കാൻ തുടങ്ങി. എഴുന്നേറ്റ് തന്നെ ബാത്റൂമിലൊക്കെ പോകാൻ തുടങ്ങി. എന്നിട്ട് വന്ന് കിടക്കും. പിന്നെ പോയിട്ട് പുള്ളിക്കാരൻ നടക്കാൻ തുടങ്ങി. തന്നെ ഊണുമേശ വന്നിരുന്നു ആഹാരം കഴിക്കാൻ തുടങ്ങി. നല്ലതായിട്ട് മാറി. ആ മാറ്റം കണ്ടും കൊണ്ട് ആ ചേട്ടന്റെ അളിയൻ എനിക്കും വേണം എല്ലാ കൂട്ടവും ഇതിന്റെ ഒന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് മിനിഞ്ഞാന്ന് കഴിഞ്ഞ ആഴ്ചയിലും കൊണ്ട് കൊടുത്തു. സാധനങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങേർക്കും നല്ല ഒരു ഉത്സാഹമുണ്ട്. പിന്നെ ഭൂവസ്ത്രയുടെ വളം വേണമെന്ന് പറഞ്ഞു. നമ്മുടെ ഈ സാധനങ്ങളെല്ലാം നല്ലതാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഭൂവസ്ത്രയുടെ വളം കൂടെ വേണമെന്ന് പറഞ്ഞത്. അതും കൊണ്ട് കൊടുത്തു. വളം ഒരു പാക്കറ്റ് വളം കൊണ്ട് കൊടുത്തു. പിന്നെ പിന്നത്തേത് ഒരു ഫാറ്റി ലിവർ ഉള്ള ഒരു പെണ്ണിന് പിന്നെ ഇത് നമ്മുടെ ഡിവാഗൈൻ ക്യാപ്സൂളും ഡിവാഗൈൻ ലിക്വിഡും മാത്രമേ കൊടുത്തുള്ളൂ. ഒത്തിരി കുറവുണ്ട്. പിന്നെ വയറിനകത്ത് വയറ് വീർക്കുമായിരുന്നു. അത് എല്ലാ പ്രാവശ്യവും കൊണ്ട് മെഡിക്കൽ കോളേജിൽ പോയി വെള്ളം കുത്തിയെടുത്ത് കളയുമായിരുന്നു. ഇപ്പൊ അതിനൊന്നും പോകുന്നില്ല. വയറ് ചുങ്ങി. ഇപ്പോഴും അത് കഴിക്കുന്നുണ്ട്. അതിന്റെ ലിക്വിഡ് ഇപ്പൊ കഴിക്കുന്നത്. ക്യാപ്സൂൾ കഴിക്കുന്നത് നിർത്തി. ഇത് തന്നെ മതി ചേച്ചി എന്ന് പറഞ്ഞു. കുറവുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ കുറവുണ്ടെന്ന് പറയണ്ട, ക്യാപ്സൂളും കൂടെ കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരാൾക്ക് ഫുട്ബോൾ കളിക്കാൻ പോയപ്പോ കാല് ശകലം മുറിഞ്ഞപ്പം അവര് ഹാരിത്താസിലെ കൊണ്ടുപോയിട്ട് ഒന്നും ഭേദാകുന്നില്ല, പഴുത്തോണ്ടിരിക്കുക. അപ്പൊ നമ്മൾ വോണ്ട് ഹീലിംഗ് ഞാൻ പറഞ്ഞൊരു ശകലം തൂത്ത് നോക്കാൻ പറഞ്ഞു. ആ വോണ്ട് ഹീലിംഗ് തൂത്ത് കൊടുത്തപ്പോൾ 2-3 പ്രാവശ്യം തേച്ചപ്പോ ആ മുറിവ് അങ്ങ് ഉണങ്ങി. പിറ്റേ ആഴ്ച ഞാൻ ആ വീട്ടിൽ ചെന്ന് പറയാം, എന്റെ ചേച്ചി ഇതെന്ത് നല്ല സാധനം ചേച്ചി, ഓണ്ടില്ല ആ ചേച്ചിയുടെ ആ ഓയിന്റ്മെന്റ് കാലൊക്കെ നന്നായിട്ട് അവന്റെ ഭേദമായി. അവനാണ്ട് ഇപ്പൊ ഫുട്ബോൾ കളിക്കാൻ 2ാമത് പോകണമെന്ന് പറയാം. എന്തായാലും ഇപ്പൊ പോകണ്ടെന്നും പറഞ്ഞ് അമ്മയും പിടിച്ചെത്തി. പിന്നെ ആ പുള്ളിക്കാരി തന്നെ ഒരു റെഡ് പേസ്റ്റ് മേടിച്ചു എന്നോട്. റെഡ് പേസ്റ്റ് മേടിച്ചപ്പോ പല്ലുവേദനയാണെന്ന് പറഞ്ഞോണ്ട് അപ്പൊ റെഡ് പേസ്റ്റ് മേടിച്ച് തേച്ചിട്ട് അവരുടെ പല്ലുവെളുപ്പും പല്ലുവേദനയും എല്ലാം മാറി. അത് മാറി കഴിയുമ്പോ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോ എന്നോട് സ്ഥിരം അവര് മേടിച്ചോണ്ടിരിക്കുക. അപ്പൊ ആങ്ങളെ ദുബായിൽ നിന്ന് വന്നപ്പം അവന് പല്ലുവെളുപ്പാന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ ഏട്ടാ പറഞ്ഞേടാ നീ ഈ പേസ്റ്റ് നിട്ട് നോക്കി നിന്റെ പല്ലുവെളുപ്പ് മാറുമെന്ന് അറിയാമല്ലോ എന്നും പറഞ്ഞ് ഇവിടെ വന്ന് നിന്നപ്പോ 2-3 ദിവസം പേസ്റ്റ് ഇട്ട് പല്ല് തേച്ചപ്പോ ആ പല്ലുവെളുപ്പ് അങ്ങ് മാറി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ പറഞ്ഞു എടി നീ ആ ചേച്ചിയോട് പറയണേ എനിക്ക് 5-6 പേസ്റ്റ് ദുബായിക്ക് കൊണ്ടുപോകാൻ തരണമെന്ന്. അങ്ങനെ ഞാൻ 5-6 പേസ്റ്റിന് നല്ല ചിലവാണ്, നല്ലതായിട്ട് ചിലവാകുന്നുണ്ട്. പിന്നെ വേറൊരാൾക്ക് ആ പുള്ളിക്കാരത്തേക്ക് തന്നെ കാല് വീണ്ടും ചോദിച്ചു ഇതിന് വല്ല പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. ആയുഹീല് നല്ല സാധനം 3 പ്രാവശ്യം അങ്ങോട്ട് തേച്ചതേ ഉള്ളൂ. ആ കാല് നല്ല വെണ്ണ പോലെ കാലിന്റെ കുറ്റി നന്നായിട്ട് വന്നു. ഈ ഒരു കാര്യം പുള്ളിക്കാരിയുടെ കുറ്റി കണ്ടുകൊണ്ട് വേറൊരാളിത് കണ്ടു. അയ്യോ ചേച്ചിയുടെ ഇല്ല വരുന്ന ചേച്ചിയുണ്ട് സാധനം അത് മേടിച്ച് തേക്കടി എന്ന് പറഞ്ഞു. അപ്പൊ ആ പുള്ളിക്കാരി മേടിച്ച് തേച്ചു. അങ്ങനെ പിന്നെ ഞാൻ തന്നെ ന്യൂട്രിലൈഫ് 95 അസുഖം ഒന്നും ഇല്ലെങ്കിലും അസുഖം വരാതിരിക്കാൻ
അതെ ഞാൻ നോട്ട് ലൈഫ് 95 പ്രോട്ടീൻ പൗഡർ പിന്നെ ആയുസ്വാസ് വെൽഹാർട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വെൽഹാർട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഈ കയറ്റം കയറിയൊക്കെ ഓരോ സ്ഥലത്തും ഒക്കെ കൊടുക്കാൻ പോകുന്നത്. അപ്പം വെൽഹാർട്ട് ഞാൻ അപ്പൊ എന്നും കയറ്റം കയറുന്ന സ്ഥലങ്ങളിലാണ് പോകുന്നെങ്കിൽ 2 വെൽഹാർട്ടും കെട്ടുകൊണ്ട് വേണേ. എന്റെ പൊന്നെ ഒരു ശ്വാസം മുട്ടലില്ല, ഈസി ആയിട്ട് കയറിപ്പോണത്. പക്ഷെ ഈ വെൽഹാർട്ട് കഴിക്കാതെ പോയപ്പോൾ ശ്വാസം മുട്ടിയിട്ട് ഞാൻ നിന്ന് പലയിടത്ത് നിന്നാ പോയത്. ഈ വെൽഹാർട്ട് കഴിച്ചപ്പോ പുഷ്പം പോലെ കയറിപ്പോകുന്നു, ഒരു ശ്വാസം മുട്ടലുമില്ല, ശ്വാസം നല്ല ഈസി ആയിട്ട് എടുക്കാമായിരുന്നു. അങ്ങനെ വെൽഹാർട്ട് ഉപയോഗിച്ച് അത് അപ്പൊ അങ്ങനെ കഴിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ ബൂസ്റ്ററയുടെ വളം എനിക്ക് ഒത്തിരി പേർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനിയുണ്ട് മാഡം, സാറേ ഉണ്ട്, ഒത്തിരി റിസൾട്ട് ഉണ്ട് കേട്ടോ. ഞാൻ ഇച്ചിരി ബിസിയിലാണ്, ഇപ്പോഴും ഞാൻ വർക്കിലാണ് സാറേ. സാറ് പറഞ്ഞില്ല, ഇത് പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞില്ല. പക്ഷെ അങ്ങനെ ഇരുന്ന എല്ലാവരും പോകും ജോലിക്ക്, ആ വീട്ടിലാരും കാണുകയില്ല. അപ്പൊ ഞാൻ ഇപ്പോഴും വർക്കിലാ സാറേ. കേട്ടിരിക്കുന്ന കണ്ടോ?